my channel. Hope you all are doing good. So, ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാന്ന് വെച്ചാൽ it's a detailed video of what I carry in my diaper bag. ഇതിനെ പറ്റിയാണ് എൻ്റെ മോനിന് വേണ്ടിയിട്ട് ഞാൻ ഡയപ്പർ ബാഗിൽ എന്തൊക്കെ ക്യാരി ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ ഇവിടുത്തെ ടെമ്പറേച്ചറും ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ തണുപ്പുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഇതിന്ന് ചില സാധനങ്ങൾ ആവശ്യം വരില്ല. ക്ലൈമറ്റ് അനുസരിച്ച് പുറത്തത്തെ ക്ലൈമറ്റ് അനുസരിച്ചും സ്ഥലം അനുസരിച്ചും മാറുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ സാധനങ്ങൾ കാണിക്കുമ്പോൾ പറയാം. ഞാൻ എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നത് അതിനനുസരിച്ച് ഞാൻ പറയാം. കുറേയൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് അജുനെ ഡെലിവർ ചെയ്തതിന് ശേഷം തൊട്ട് ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് ക്യാരി ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ ക്യാരി ചെയ്യുന്നുണ്ട് ഞാൻ. കുറേയൊക്കെ 7 months കഴിഞ്ഞിട്ട് ക്യാരി ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ എല്ലാ സാധനവും കാണിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഏതൊക്കെ സാധനം ഞാൻ എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു, ഏതൊക്കെ ഐറ്റംസാണ് ജനറലി എല്ലാ സമയത്തും നമുക്ക് ക്യാരി ചെയ്യേണ്ട ആവശ്യം വരിക, പുറത്തിറങ്ങുമ്പോൾ ഏത് സാധനമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ക്യാരി ചെയ്യേണ്ടത്. അപ്പോൾ നോട്ട് വേസ്റ്റിംഗ് എനി മോർ മിനിറ്റ്, ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ മദർലി പറഞ്ഞൊരു ബാക്ക് പാക്കാണ് ഇത് ക്യാരി ചെയ്യണേ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ്. ഇതിൽ കുറേ പോക്കറ്റ്സ് ഉണ്ട്, കുറേ സാധനങ്ങൾ നമ്മൾക്ക് ഇതിൽ വെക്കാൻ പറ്റും. മോനുണ്ട് അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഇതിൽ ക്യാരി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ ലോക്കലായിട്ട് പോകാനല്ലാണ്ടും ഞാൻ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഈ ബാഗ് ക്യാരി ചെയ്യാറുണ്ട്. ഇത് ഞാൻ അദ്വൈതിൻ്റെ സമയത്ത് എൻ്റെ മൂത്ത കുട്ടീൻ്റെ സമയത്ത് മേടിച്ചിരുന്ന ബാഗാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ഇൻ ഗുഡ് കണ്ടീഷൻ, ഇതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ബാഗാണ് ഞാൻ എപ്പോഴും എവിടെയും ക്യാരി ചെയ്യാറ്. കാരണം ഇത് ഭയങ്കര ഈസിയാണ്. കാരണം ഒരു ഷോൾഡറിൽ വെയിറ്റ് വരില്ല. ഇപ്പോൾ കുട്ടികളുടെ സാധനം നിറയെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്ന് കംഫർട്ടബിളായി നടക്കണമെങ്കിലും ഒക്കെ ദിസ് ഈസ് വെരി കൺവീനിയൻറ്റ്. 2 ഷോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുട്ടീനെ എടുക്കാം, നമ്മളെ ഹാൻഡ്സ് ഫ്രീ ആയിരിക്കും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ യാ, ദിസ് ഈസ് എ ബാഗ്. ഇത് ഞാൻ ഐ ഗെസ് ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. ഐ തിങ്ക് സോ, ആമസോണിൽ ഓർഡർ ചെയ്തത് തോന്നണം. യാ, മദർലി. ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. 2 സൈഡ് പോക്കറ്റ് ഉണ്ട്, കുറേ പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെക്കാം ഇതിൽ. മദേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇറ്റ്സ് എ ഡൈപ്പർ ബാഗ് ഓൺലി. സോ യാ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ്. അപ്പോൾ ഞാൻ എല്ലാം ലൈനിൽ കാണിക്കുന്നില്ല, ഞാൻ ഇതിന് ആദ്യം എന്ത് കിട്ടണോ അതിനനുസരിച്ച് കാണിക്കാം കേട്ടോ. സോ ഫസ്റ്റ് അജുനുള്ള ക്യാപ്പാണ് കേട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങി നല്ല ചൂടാണ്, നല്ല വെയിലാണ്. അപ്പോൾ വെയിൽ തട്ടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ക്യാരി ചെയ്യുന്നുണ്ട് ഞാൻ. ഇറ്റ്സ് ഓൺലി വെൻ വി ആർ ഔട്ട്. ഉള്ളിൽ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. എവിടെ ഉള്ളിൽ പോയി കഴിഞ്ഞാലും AC ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പുറത്ത് എവിടെ പോയി കഴിഞ്ഞാലും ദിസ് ഈസ് വെരി നെസസറി. സോറി, മോനൊന്ന് മാത്രമല്ല ബട്ട് എവ്രിബഡി, എല്ലാവർക്കും വേണ്ടിയിട്ട് ക്യാപ്പ് ക്യാരി ചെയ്യണം. ഇറ്റ്സ് വെരി നെസസറി. അപ്പോൾ മോനിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ക്യാരി ചെയ്യും ഞാൻ. പിന്നെ ഒരു ടവൽ ക്യാരി ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ എന്തെങ്കിലും നമ്മൾ പുറത്തുനിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. ദിസ് ഇസ് മുസ്ലിം ഹാൻഡ്കർച്ചീഫാണ്. ഇത് ഞാൻ അവൻ ന്യൂ ബോൺ ആയിരിക്കുന്ന സമയത്ത് മേടിച്ചിരുന്നത്. സ്റ്റിൽ ഇൻ യൂസ്. വൈപ്പിങ്ങിനാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. നമ്മൾ ബേബീസ്ക്ക് കോൾഡോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഭക്ഷണം കഴിച്ച് തുടയ്ക്കാനാണ് കേട്ടോ. ഭക്ഷണവും വെള്ളവും കൊടുത്തു കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ 1 or 2 ക്യാരി ചെയ്യുന്നു. 1 എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. ബിക്കോസ് നമുക്കറിയില്ല എപ്പോഴാണ് ആവശ്യം വരിക. അപ്പോൾ 1 വിൽ ബി ഓൾവേസ് ഇൻ മൈ ബാഗ്. സോ ദിസ് ഈസ് എ ടവൽ, അത് ഒരെണ്ണം ക്യാരി ചെയ്യും. പിന്നെ ക്യാരി ചെയ്യുന്നത് ഞാൻ ഒരു സ്വാഡൽ അല്ല, ബട്ട് ഒരു പുതപ്പ് മാതിരിയാണ്, ഒരു ബ്ലാങ്കറ്റ് മാതിരിയാണ്.
ഇത് ആദ്യം തൊട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു ഹൂഡി, ഇതിലൊരു ഹൂഡി ഉണ്ട്, ഇങ്ങനെ ഇത് ഒരു ഹൂഡി ഉണ്ട്. അത് ഞാൻ ആദ്യം തൊട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വെച്ചാൽ ചില സമയത്ത് മോളിലോ ഏതെങ്കിലും ഒരു മെട്രോയിലോ അവിടെ എവിടെയെങ്കിലും നല്ല തണുപ്പായിരിക്കും, ചില സമയത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഞാനൊന്നും ഐ മീൻ ലൈറ്റായിട്ട് ക്ലോത്ത്സ് ബേബീനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഇതും എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. ഇത് എല്ലാവർക്കും നെസസറി അല്ല, ബട്ട് ബേബീസ് ഹൂ ഫീൽസ് കോൾഡ് തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ അർജുൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാരി. കാരണം നമുക്ക് തണുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കുട്ടികൾക്ക് തണുക്കും. അപ്പോൾ അത് കാരണം ഇത് ഞാൻ ക്യാരി ചെയ്യും. മോസ്റ്റ്ലി ഇത് ഞാൻ അവനെ പ്രാമിൽ ഇരുത്തിക്കുന്ന സമയത്ത് അവനെ ഉറങ്ങാൻ തണുപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ പതിപ്പിച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ അങ്ങനെ യൂസ് ഒന്നും ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ എപ്പോഴെങ്കിലും ആവശ്യം വരും, നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ക്യാരി ചെയ്യുന്നതാണ് ഈ ബ്ലാങ്കറ്റ്. അപ്പോൾ ദിസ് ഇസ് വൺ തിങ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്യാരി ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ക്യാരി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഫ്രം അജു വാസ് ബോൺ ഐ ക്യാരി ദിസ് ഇൻ മൈ ബാഗ്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴെങ്കിലും ആവശ്യം വരും. അപ്പോൾ അത് കാരണം ഞാൻ ക്യാരി ചെയ്യും. പിന്നെ ദിസ് ഇസ് ഫീഡിങ് ഷോൾ. ഫീഡിങ് ഷോൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എപ്പോഴല്ല, ഇത് എപ്പോഴും പിന്നെ സൺസ്ക്രീനാണ് കേട്ടോ. ഇത് മദർ സ്പർഷിൻ്റെ സൺസ്ക്രീനാണ്, SPF 30+ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഞാനിത് ക്യാരി ചെയ്യണമെന്നാണ് കേട്ടോ. ഇറ്റ്സ് ടു ഹോട്ട്, സൺബേണൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ ഇതിനെക്കാട്ടിയും ബെസ്റ്റ് സൊല്യൂഷൻ ഒന്നുമില്ല. സൺസ്ക്രീൻ ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. ഞാൻ രാവിലെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ലോഷൻ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്തിട്ട് ഇഫ് നമ്മൾ സണ്ണിൽ ഇറങ്ങണമെങ്കിൽ മാത്രമാണ് ഞാനിത് ക്യാരി ചെയ്യാറുള്ളത്. ജനറലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സണ്ണിൽ ഇറങ്ങണില്ലെങ്കിൽ, ഇപ്പോൾ ക്യാബിൽ കയറി നമ്മൾ എവിടെയെങ്കിലും മോളോ അവിടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ വെയിലത്ത് ഇറങ്ങണില്ല എന്നെങ്കിൽ ഞാനിത് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ ക്യാരി ചെയ്യാറുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇഫ് യു ആർ ലിവിങ് ഇൻ എ ഹോട്ട് വെദർ ലൈക്ക് ദുബായ്. ഇറ്റ്സ് വെരി നെസസറി ഫോർ കിഡ്സ്. കാരണം കിഡ്സിൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്, അവർക്ക് പെട്ടെന്ന് സൺബേൺ ആവും. അപ്പോൾ അത് കാരണം ദിസ് ഈസ് എ മസ്റ്റ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപ്പർ ഷീറ്റാണ് കേട്ടോ. നമ്മൾ ചെറിയ കുട്ടിയുടെ എവിടെ ട്രാവൽ ചെയ്യണമെങ്കിലും ഡൈപ്പർ ഷീറ്റ് ഇസ് എ മസ്റ്റ്. കാരണം നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് എമർജൻസിയിൽ ഡൈപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷീറ്റ് ഇല്ലാണ്ട് പറ്റില്ല. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ചിലവർ എൻ്റെ അടുത്ത് വേറെ ഒരു ഡൈപ്പർ ഷീറ്റ് ഉണ്ട്, മറ്റേ പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ. പക്ഷെ അത് ഞാൻ ക്യാരി ചെയ്യാറില്ല. ചെറുതായിരിക്കുമ്പോൾ ആദ്യം ഞാൻ ക്യാരി ചെയ്തിരുന്നു. പക്ഷേ പുറത്ത് പോകുമ്പോഴൊക്കെ ഉള്ള ഈ ഷീറ്റാണ് ബെസ്റ്റ്. യൂസ് ആൻഡ് ത്രൂ ആണ്. ഇഫ് ഇറ്റ്സ് ഗെറ്റ് ഡേർട്ടി യു ക്യാൻ ത്രൂ ഇറ്റ് അവേ. അപ്പോൾ ക്യാരി ചെയ്യാനും ഈസിയാണ്. നമുക്ക് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു സീൽ ബാഗിൽ ലോക്ക് ചെയ്ത് വെക്കാം. സോ ഇതും എപ്പോഴും എൻ്റെ ബാഗിൽ ഒരെണ്ണം ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. ഡൈപ്പർ ചേഞ്ചിങ് ഷീറ്റാണ് കേട്ടോ. ഇത് നമ്മൾ ആ ബേബീനെ കിടത്താനുള്ള ഇത് വേണം. അപ്പോൾ അത് വെറും താഴെ മാത്രം വെക്കാണ്ട് ഇത് ഫുൾ ബേബീനെ ഫുൾ കവർ ചെയ്യും. അപ്പോൾ അവിടെയുള്ള ജേംസ് ഒന്നും ബേബീൻ്റെ മീത്താവില്ല. അത് കാരണം വൺ ഓഫ് ദ മെയിൻ റീസൺ ഐ ക്യാരി ദിസ്. ചെറുതുണ്ട് എൻ്റെ അടുത്ത്, പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഇതാണ് എനിക്ക് തോന്നുന്നത്. സോ ദിസ് ഈസ് എ മസ്റ്റ് ടു ക്യാരി. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഐറ്റം, ഇറ്റ്സ് എ ഡൈപ്പർ. ജനറലി ഞാൻ 3-4 ഡൈപ്പേഴ്സ് എപ്പോഴും എൻ്റെ ബാഗിൽ വയ്ക്കും. നമുക്കറിയില്ല എപ്പോൾ ആവശ്യം വരും, എത്ര വർഷം. പക്ഷേ ഇത് ഞാൻ എടുത്ത് മാറ്റാറില്ല. ജനറലി സൈസ് ചേഞ്ച് ആവണമെങ്കിൽ മാത്രമേ ഞാൻ ഇതിനെടുത്ത് ചേഞ്ച് ആയ സൈസ് പാക്ക് ചെയ്തെടുത്ത് വയ്ക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ആ സൈസ് ചേഞ്ച് ആവണമെങ്കിൽ അതുവരെയ്ക്കും ഈ ബാഗിൽ ഉണ്ടാവും. എപ്പോഴും ഞാനിത് എടുത്ത് മാറ്റാറില്ല. സോ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫ്രം ന്യൂ ബോൺ ടു ദ ബേബി
until he stops wearing diaper, I would say. ബേബി ഡയപ്പർ സ്റ്റോപ്പ് ചെയ്യുന്ന വരയ്ക്കും നമുക്കിത് ക്യാരി ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ എപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്, ഡയപ്പേഴ്സ്. നെക്സ്റ്റ് ഈസ് ഇതൊരു ബാഗാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് അദ്വൈതിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എമിറേറ്റ്സിൽ നിന്ന് കിട്ടിയ ബാഗാണ് കേട്ടോ, പൗച്ചാണ്. അപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മൾ ഒരു ബാഗിൽ എല്ലാം കൂടി ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര പ്രശ്നം വരില്ല. ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, ബേബി വൈപ്സ്. നമ്മളിപ്പോൾ ഡയപ്പർ ക്യാരി ചെയ്യണമെങ്കിലും ഡയപ്പർ ഷീറ്റ് ക്യാരി ചെയ്യണമെങ്കിൽ വൈപ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ 2 വൈപ്സിൻ്റെ പാക്കറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഒരു വൈപ്പ് ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യും, ഒരു വൈപ്സ് ഞാൻ ബേബിൻ്റെ കൈ തുടയ്ക്കാനോ നമ്മളുടെ കൈ ചീത്തയായിട്ട് തുടയ്ക്കാനോ അങ്ങനത്തെ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. ഞാനത് വലിയൊരു ബാഗും ക്യാരി ചെയ്യാറുണ്ടായിരുന്നു ആദ്യം, വലിയ വൈപ്സിൻ്റെ പാക്കറ്റ്. ബട്ട് നൗ ആ വലുത് ക്യാരി ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഹെവി. അപ്പോൾ എനിക്ക് തോന്നുന്നത് പോക്കറ്റ് വൈപ്സ് ആണ് ഭയങ്കര കൺവീനിയൻറ്റ് ക്യാരി ചെയ്യാൻ. അത് 3 or 4 ആണെച്ചാലും നമുക്ക് അത്ര പ്രശ്നം വരില്ല. അപ്പോൾ ഇങ്ങനത്തെ 2 ഞാൻ എല്ലാ പ്രാവശ്യം ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്ക് കുറവായി കഴിഞ്ഞാൽ അത് ഞാൻ മാറ്റി വേറെ പുതിയ പാക്കറ്റ്സ് വെക്കും. ഇതാണ് അതിൽ. ദിസ് ഈസ് ഓൾസോ മസ്റ്റ് വൈപ്സ്, വെറ്റ് വൈപ്സ്. പിന്നെ അതിലുള്ളത് ബിബാണ് കേട്ടോ. ബിബ് ഒരു 6 months കഴിഞ്ഞിട്ടാണ് നമുക്ക് ആവശ്യം വരിക. വെൻ ബേബി സ്റ്റാർട്ട്സ് ഈറ്റിംഗ് സോളിഡ്സ് കഴിക്കുന്ന സമയത്താണ് നമുക്കിത് മെയിനായിട്ട് അത്യാവശ്യം വരിക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അർജുന് ഇത് ആവശ്യമാണ്. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റിയിട്ടില്ല, ഞാൻ എൻ്റെ വേറെ ക്യാരി ചെയ്യാറുണ്ട്. ഇഫ് ഇൻ കേസ് ഞാനത് മറന്നുപോയി, എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാനിത് എടുക്കാറുണ്ട്. ഇത് യൂസ് ചെയ്യാം. ഇതുവരെയ്ക്ക് ആവശ്യം വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ പ്ലാസ്റ്റിക്. നമുക്കിത് കഴുകി എടുത്ത് മാറ്റാം. വാഷബിൾ ആണ്, തുടച്ചെടുത്ത് മാറ്റാം. വി ക്യാൻ യൂസ് ഇറ്റ്. ഇത് റീയൂസബിൾ ആണ്. അപ്പോൾ ദിസ് ഈസ് വൺ തിങ്. വേറെയാണ് ഇനിയൊരു ഡയപ്പർ ഷീറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല, ഇതിന് യൂസ് ചെയ്തിട്ടുമില്ല. അത്യാവശ്യം എപ്പോഴെങ്കിലും നമുക്ക് അറിയില്ലല്ലോ, ജസ്റ്റ് ഇൻ കേസ് ധൃതിയിൽ നമ്മൾ പുറത്ത് ഇറങ്ങാന്ന് വെച്ചാൽ നമ്മൾക്ക് ഓർമ്മയില്ല, നമ്മൾ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ആവശ്യം വരും. പിന്നെ ഇനിയൊരു സാധനം ഞാൻ ക്യാരി ചെയ്യാറുണ്ട്, ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല. ഒരു പോളിത്തീൻ ബാഗ്, ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ ഇതിൽ വെക്കാറുണ്ട് ഫോൾഡ് ചെയ്തിട്ട്. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ടൈം പുറത്ത് പോയപ്പോൾ എനിക്ക് ആവശ്യം വന്നു, അപ്പോൾ അത് കാരണം ഞാനത് പാക്ക് ചെയ്തിട്ടില്ല. ഇനി ഒരെണ്ണം എടുത്തിട്ട് അത് ഞാൻ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. നമുക്ക് പുറത്ത് പോയി ഡയപ്പർ ചേഞ്ചിന് വന്ന വഴിയിൽ നമുക്ക് കവറില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർബേജ് നമുക്ക് ത്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോളിത്തീൻ കവർ യൂസ് ചെയ്യും. അപ്പോൾ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. അപ്പോൾ അതും കൂടി ഞാൻ ഈ കവറിൽ വെക്കാറുണ്ട്. അതിപ്പോൾ വെച്ചിട്ടില്ല, ഇനി എനിക്ക് വെക്കണം. സോ ദിസ് ഈസ് ദ തിങ്. ഇതും ഡയപ്പറും ഞാൻ ബാഗിൽ നിന്ന് മാറ്റാറില്ല. മെയിൻ ഇത് രണ്ടുമാണ് ഞാൻ എപ്പോഴും ബാഗിൻ്റെ ഉള്ളിൽ ക്യാരി ചെയ്യും. പിന്നെ ഒരു എക്സ്ട്രാ പെയർ ഓഫ് ക്ലോത്ത്സ്, സോറി, പിന്നെ ഞാൻ ക്യാരി ചെയ്യുന്നത് ഒരു എക്സ്ട്രാ പെയർ ഓഫ് ക്ലോത്ത്സ് ആണ് കേട്ടോ. എക്സ്ട്രാ പെയർ ഓഫ് ക്ലോത്ത്സ് ഇറ്റ്സ് വെരി നെസസറി എപ്പോഴും. ഇപ്പോൾ അജുന് 9 months ആയി. അപ്പോൾ ഇനിയും 2-3 സാധനം എക്സ്ട്രാ ക്യാരി ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയി നമ്മൾ ബിസിയാണ്, അവർ ബോറടിക്കണം. ലൈക്ക് ഇഫ് യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു എ റെസ്റ്റോറൻറ്റ്, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മളവിടെ ഇരുത്തി അവർ കുറേ നേരം അവർക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. കാരണം ദിയർ ബേബീസ്, അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യാനോ എന്തെങ്കിലും കഴിക്കാനോ അങ്ങനെ ഇത് വേണം. അപ്പോൾ ഞാൻ ഒരു ടീത്തർ ക്യാരി ചെയ്യും. ഇഫ് അവന് പല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും കടിച്ചുകൊണ്ടിരിക്കണം, അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇത്തിരി ആശ്വാസം കിട്ടാറുണ്ട്. സോ ഐ ക്യാരി 1 ടീത്തർ. പിന്നെ ഒരു ടോയ് ക്യാരി ചെയ്യും. ഇതൊക്കെ ചെറിയ കാലത്തൊന്നും ആവശ്യം വരില്ല, അവർ പിടിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ 6 months 7 months ഒക്കെ കഴിഞ്ഞിട്ടാണ് ആവശ്യം വരിക. അപ്പോൾ ഇതൊക്കെ അവനെ എൻ്റർടൈൻ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരെണ്ണം ഞാൻ ക്യാരി ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ്. ഒരു 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ തുടങ്ങും.
അപ്പോൾ ഐ ഓൾവേസ് ക്യാരി എ വാട്ടർ ബോട്ടിൽ വിത്ത്. ഈ ചൂട് ക്ലൈമറ്റിൽ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അത്യാവശ്യമാണ്. അവൻ ഇപ്പോൾ കുടിക്കുന്നില്ല, അധികം വെള്ളം കുടിക്കാറില്ല, ബട്ട് സ്റ്റിൽ ഐ ട്രൈ ടു ഗിവ് ഹിം വാട്ടർ, കാരണം വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാവർക്കും. അപ്പോൾ ഐ ക്യാരി എ വാട്ടർ ബോട്ടിൽ. പിന്നെ ഞാൻ ക്യാരി ചെയ്യുന്നത് എൻ്റെ വാലറ്റാണ്. ഇതിൽ എല്ലാം ഉണ്ട്, നമ്മൾ എമിറേറ്റ്സ് ID, കാർഡ്സ്, അപ്പോൾ എല്ലാ അത്യാവശ്യ സാധനങ്ങൾ. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പുറത്ത് ഇറങ്ങാന്ന് വെച്ചാലും എനിക്കിത് അത്യാവശ്യമാണ്. സോ വാലറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എവറിത്തിങ് ഇൻ ഇറ്റ് ഐ ക്യാരി ഇറ്റ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒക്രൂഷന് വേണ്ടിയിട്ട് സ്നാക്സ് ക്യാരി ചെയ്യും ഞാൻ. ഇത് ചെറിയ കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്നതാണ്, ചില സമയത്ത് അദ്വൈതും കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്നാക്സ് ക്യാരി ചെയ്യും. സോ ഇതൊക്കെയാണ് ഞാൻ പുറത്തിറങ്ങണ മുമ്പ് ക്യാരി ചെയ്യുന്ന ഐറ്റംസ്. സോ this is the important thing I carry in my bag, in my diaper bag. ചില സമയത്ത് ഇപ്പോൾ ഉച്ച നേരത്തൊക്കെ ആണെച്ചാൽ ഭക്ഷണം കുട്ടിക്ക് അർജുന് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ ആണെച്ചാൽ ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് ഇറങ്ങുന്നില്ലെങ്കിൽ ഐ വിൽ ക്യാരി സം സ്നാക്സ് കേട്ടോ. ഞാൻ ഒരു പുഴുങ്ങിയ പഴം, നേന്ത്രപ്പഴം പുഴുങ്ങിയതോ അങ്ങനെ കുറുക്കോ അങ്ങനെ എടുക്കാറുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ഇപ്പോൾ കുറേ ദൂരെയാണ് നമ്മൾ പോകണം, നമുക്ക് കുറേ സമയം പിടിക്കും എത്താൻ. ഇല്ലെങ്കിൽ വിശക്കണ സമയത്ത് എന്തെങ്കിലും എടുത്ത് കൊടുക്കണമെങ്കിൽ ഞാനിതൊരു ക്യാരി ചെയ്യാറുണ്ട്. ജനറലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറുക്ക് കൊടുത്തിട്ടാണ് ഇറങ്ങാറ്. അപ്പോൾ അധികം നേരത്തിന് അവന് വിശക്കൂല, പിന്നെ വിശന്ന് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും ഞാൻ. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പുഴുങ്ങിയ നേന്ത്രപ്പഴങ്ങൾക്ക് ക്യാരി ചെയ്യും. അത് ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ടില്ല, കാരണം ഞങ്ങൾ എപ്പോഴെങ്കിലും ഇറങ്ങുന്ന സമയത്താണ് ആവശ്യം. ഇത് ഞാൻ ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പുറത്ത് പോയിരുന്നു, അപ്പോൾ ഉണ്ടായിരുന്ന ക്യാരി ചെയ്ത സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത്. ഇത് ജനറലി എല്ലാ സമയത്തും ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്, ക്യാരി ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ തന്നെയാണ്. സോ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഡയപ്പർ ബാഗിൽ ക്യാരി ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾ ചില സാധനങ്ങൾ ക്യാരി ചെയ്യണമെങ്കിൽ ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർക്കും ഒരു ഹെൽപ്പാവും, എനിക്കും ഹെൽപ്പാവും if I forgot something to mention here. So these all items I carry. ഇപ്പോൾ മൂത്ത മോനെ ഞാനൊന്നും ഈ ബാഗിൽ ക്യാരി ചെയ്യാറില്ല. ഐ മേക്ക് ഹിം carry his own bag. അപ്പോൾ അവന് ഇത്തിരി ഈസി ആവും. ഇഫ് ഈസ് ഹംഗ്രി ജസ്റ്റ് ഓപ്പൺ ഹിസ് ബാഗ്, ടേക്ക് ഔട്ട് ഹിസ് സ്നാക്സ് ആൻഡ് ഈറ്റ്സ്. അത് കാരണം അവൻ്റെ വാട്ടർ ബോട്ടിലും അവൻ്റെ സ്നാക്സും ആവശ്യമുള്ള സാധനങ്ങളും ഞാൻ അവൻ്റെ ബാഗിൽ തന്നെ അവന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ക്യാരി ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ ഇതിൽ അർജുന് ഉള്ള സാധനങ്ങൾ മാത്രം ക്യാരി ചെയ്യണത്. So if you like this video, please like, share and subscribe. Please follow our channel. So hope to see you soon. Bye bye.